ഇന്നത്തെ വീഡിയോ ഒരു Q&A സെഷനാണ്. അതായത് ഗാർഡനിങ് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന സംശയങ്ങളുടെ ക്ലാരിഫിക്കേഷൻ. പല ഇഷ്യൂസും പലരും കമൻ്റായിട്ടോ അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചോ എന്നോട് ചോദിക്കാറുണ്ട്. അതിനൊക്കെ ഞാൻ എങ്ങനെയാണ് ഫിക്സ് ചെയ്യാറ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ധാരാളം പൂക്കൾ ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ്. 2-3 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കണം. ധാരാളം പൂക്കൾ കിട്ടാൻ മെയിനായി ശ്രദ്ധിക്കേണ്ടത് ചെടിയുടെ റിക്വയർമെൻറ്റ്സ് നമ്മൾ മനസ്സിലാക്കണം. ചില ചെടികൾക്ക് ഫുൾ സൺ വേണ്ടി വരും, അതായത് കൂടുതൽ സമയം സൺലൈറ്റ് വേണ്ടി വരും. അതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതിനെ നമ്മൾ പ്ലേസ് ചെയ്യാൻ. ധാരാളം സൺലൈറ്റ് വേണ്ടാത്തതും അതായത് പാർഷ്യൽ ഷെയ്ഡ് വേണ്ട ചെടികളുമുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പറ്റിയൊരു ലൊക്കേഷനിൽ അതിനെ നടണം. പിന്നെ ഫെർട്ടിലൈസിങ് ആണ്. ഫെർട്ടിലൈസർ കൊടുത്താലാണ് ചെടികളിൽ പൂക്കൾ ഉണ്ടാവുള്ളൂ. അതിന് കറക്റ്റായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടണം, അല്ലെങ്കിൽ പൂക്കൾ കുറയും. നമ്മൾ ചട്ടിയിൽ വളർത്തുമ്പോഴും നിലത്ത് വളർത്തുമ്പോഴും ന്യൂട്രിയൻ റിക്വയർമെൻറ്റ് 2 വിധത്തിലാണ്. കാരണം ചട്ടിയിൽ വളർത്തുമ്പോൾ വളരെ കുറച്ച് മണ്ണിൽ ചെടി വളരുമ്പോൾ അതിലുള്ള ന്യൂട്രിയൻസ് വേഗം ഉപയോഗിച്ച് തീരും. അപ്പോൾ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് മണ്ണിൽ ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നിങ്ങൾ ഓർഗാനിക് ഫെർട്ടിലൈസർ ആണോ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണോ ഉപയോഗിക്കുന്നത്, ഏതാണെങ്കിലും അതൊരു കറക്റ്റ് ഫ്രീക്വൻസിയിൽ ഒരു 15 ദിവസം ഗ്യാപ്പിൽ കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെടികളിൽ കണ്ടോ ഇതുപോലെ ധാരാളം പൂക്കളുണ്ടാവും. നിലത്താണെന്നുണ്ടെങ്കിൽ മാസത്തിലൊരിക്കൽ മതിയാവും. അടുത്ത ക്വസ്റ്റ്യൻ, പല ചെടികളുടെയും ഇലകൾ ചുരുളുന്നത് എന്തുകൊണ്ടാണെന്നാണ്. അതായത് സിങ്കോണിയം പോലെയുള്ള പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫിലഡെൻഡ്രോൺ ബെർക്കിൻസ്, ഇതിൻ്റെയൊക്കെ ഇലകൾ ഇങ്ങനെ ചുരുണ്ട് വരും. അതിന് കാരണം മെയിനായിട്ട് 2 എണ്ണമാണ്. ഒന്നുമില്ലെങ്കിൽ അതിന് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരിക്കും, അല്ലെങ്കിൽ ന്യൂട്രിയൻസിൻ്റെ കുറവ്. ഇത് രണ്ടും അല്ലേന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതായത് ആദ്യം വെള്ളത്തിൻ്റെ കുറവുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് നോക്കുക. എന്നിട്ടും അത് ഫിക്സ് ആവണില്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് അതിന് റൂട്ടൊക്കെ അതിൽ നിറഞ്ഞിട്ട് ന്യൂട്രിയൻസ് കമ്മിയുണ്ടോ എന്നാണ്. ഫെർട്ടിലൈസ് ചെയ്ത് കൊടുക്കുക. റിപ്പോർട്ട് ചെയ്യാറായിട്ടുണ്ടെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഇത് ചെയ്താൽ അത് ഫിക്സ് ആവും. ചട്ടിയിൽ വളർന്ന ചെടികൾക്കാണ് മെയിനായിട്ട് ഈ ഇഷ്യൂ കാണുന്നത്, ഈ ലീഫ് കേളിങ്. അടുത്തത് വാട്ടറിങ് ഫ്രീക്വൻസിയാണ്. നമ്മൾ എത്ര ഗ്യാപ്പിൽ വെള്ളം ഒഴിക്കണം എന്നുള്ളതാണ്. അത് ഓരോ ചെടിയെയും ആശ്രയിച്ചിരിക്കും. അത് എവിടെയാണ് വെച്ചിട്ടുള്ളതെന്ന് തന്നെയും ആശ്രയിക്കും. നമ്മൾ ഇൻഡോറായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ചെടികളാണ്, അതായത് ഫുള്ളി ഇൻഡോർ വീടിനകത്ത് വെച്ചിട്ടുള്ള ചെടികളാണെങ്കിൽ അത് ഫാനിൻ്റെ ചോട്ടിലൊന്നും അല്ല, ചെറിയ ചെടിയാണ്. ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി നിശ്ചയിക്കാൻ. നല്ല കുറേ ഇലകളുള്ള വലിയ ചെടികളാണെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ വേണ്ടി വരും. വളരെ ചെറിയ ചെടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 പ്രാവശ്യം മതിയാവും. അപ്പോൾ ഏറ്റവും സേഫായിട്ടുള്ള മെത്തേഡ് അതിൻ്റെ മണ്ണ് തൊട്ട് നോക്കിയിട്ട് അത് നനവുണ്ടോ നോക്കിയിട്ട് മാത്രം നനയ്ക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇലകൾ പിടിച്ച് നോക്കിയാൽ അറിയും, അതിൻ്റെ ഒരു ടെക്സ്ചർ മാറിയിട്ടുണ്ടാവും, കുറച്ചൊരു ക്ഷീണിച്ച പോലെ ആയിട്ടുണ്ടാവും. അങ്ങനെ ആക്കാൻ നിൽക്കാണ്ട് വെള്ളം ഒഴിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്കത് ഒരു പ്രാക്ടീസിൽ നമുക്ക് മനസ്സിലാവും എത്ര ദിവസത്തിലൊരിക്കൽ അതിന് വെള്ളം വേണ്ടി വരും എന്നുള്ളത്. അതപ്പോൾ ചെക്ക് ചെയ്തിട്ട് നനയ്ക്കുക. നേരെ മറിച്ച് പുറത്ത് നിൽക്കുന്ന ചെടികളാണെന്നുണ്ടെങ്കിൽ ചിലതിന് 2 നേരം നമ്മൾ നനയ്ക്കേണ്ടി വരും. ചട്ടിയിൽ വളരുന്ന കുറച്ച് കൂടുതൽ ഇലകളുള്ളതാണെന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം വെള്ളം വേണ്ടി വരും. അതേപോലെ നിലത്ത് നിൽക്കുന്നതാണെങ്കിലും അതായത് ചെടിയുടെ വലിപ്പത്തിനനുസരിച്ച്, വലിയ ചെടിയാണ് നല്ല വെയിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് 2 നേരം നനയ്ക്കേണ്ടി വരും. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയെന്ന് മനസ്സിലാക്കുന്നത് അത് എവിടെയാണ്, എത്ര വെയിൽ അതിന് കിട്ടുന്നുണ്ട് എന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. അടുത്തത് മെലസ്റ്റോമ ചെടി ഉണങ്ങിപ്പോകുന്നതിനെ പറ്റിയിട്ടാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ചട്ടിയിൽ വെച്ചിട്ട് എൻ്റെ അടുത്തുനിന്നും 2-3 പ്ലാന്റ്സ് ഉണങ്ങിപ്പോയിട്ടുണ്ട്. കാരണം ഒരു 2 വർഷമൊക്കെ കഴിയുമ്പോഴേക്ക് അത് നാശമായി പോകുന്നതാണ് കണ്ടിട്ടുള്ളത്. നേരെ മറിച്ച് ഞാൻ ഈ ചെടി നോക്കുന്നത് മണ്ണിൽ നട്ടപ്പോൾ ഇത് നന്നായി വലുതായി, ഇതിനൊരു പ്രശ്നവുമില്ല. അപ്പോൾ നിങ്ങളതിൻ്റെ സ്പോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ, എവിടെയാണ് നടേണ്ടതെന്നുള്ള സ്പോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ രാവിലത്തെ വെയിൽ കിട്ടുന്ന ഭാഗത്ത് നടുക. ഉച്ചയ്ക്ക് ശേഷമുള്ള വെയിൽ വേണ്ട. ഉച്ചയ്ക്ക് ശേഷമുള്ള 12 മണിക്ക് ശേഷമുള്ള വെയിൽ കിട്ടുന്ന ഭാഗത്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂക്കളൊക്കെ വാടി അത് ചെടി വളരെ ക്ഷീണിച്ച് നിൽക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലേസിൽ അതിനെ നട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭംഗിയായിട്ട് നിൽക്കും. നിലത്ത് നടാൻ സൗകര്യമുള്ളവർ നിലത്ത് തന്നെ അതിനെ നടുക. അതേപോലെ ഇതിന് നല്ല നനവ് ഇഷ്ടമാണ്. അപ്പോൾ 2 നേരം, നല്ല വേനൽക്കാലത്തൊക്കെ 2 നേരം നനയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നനയ്ക്കുകയും ചെയ്യുക. ഇതേപോലെ ധാരാളം പൂക്കളുണ്ടാവും. അടുത്തത്, ചെടികൾ നീളം വെച്ച് ഒരു ഹെൽത്തി അല്ലാണ്ട് തിക്കല്ലാണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് 2 ഓപ്ഷനാണുള്ളത്. ഒന്നാമത്തേത് പ്രൂൺ ചെയ്യുക, നല്ല ഹാർഡ് പ്രൂൺ ചെയ്യുക. അപ്പോൾ സൈഡിലേക്ക് ബ്രാഞ്ചസ് വരും.
നമുക്ക് പല ചെടികളെയും പ്രൂൺ ചെയ്യാൻ തോന്നില്ല. കാരണം ഒരൊറ്റ സ്റ്റെമ്മിൻ്റെ തലപ്പിൽ ഇങ്ങനെ കുറേ ഇലകളുണ്ടാവും. അപ്പോൾ അതിനെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ചട്ടിയിൽ ഒന്നും ഉണ്ടാവില്ല. ഈ തലപ്പിൽ പിന്നെ വേര് പിടിച്ചിട്ട് വേണ്ടി വരും ചെയ്യും. അങ്ങനത്തെ കേസിൽ നമുക്ക് ആ ചെടി അതിൽ നിന്ന് പറിച്ചിട്ട് വേറെ കുറച്ച് വലിയൊരു ചട്ടിയിൽ വെച്ചിട്ട് അതിൻ്റെ ചുറ്റും അതേ ക്യാരക്ടറുള്ള, അതായത് ഒരേ റിക്വയർമെൻ്റ് ഉള്ള ചെടികളെ വെച്ച് ഫില്ല് ചെയ്യുക. അപ്പോൾ ഒരു പ്രത്യേക തരം അറേഞ്ച്മെൻ്റ് ആയിട്ട് വരും. അത് നല്ല ഭംഗിയാണ്. ഈ 2 മെത്തേഡിലും നമുക്കത് ആ ഇഷ്യൂ സോൾവ് ചെയ്യാം. നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് കുറേ പേര് ഗാർഡനിങ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നല്ല സന്തോഷമുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു 6ാം ക്ലാസ്സുകാരി വീഡിയോൻ്റെ ഇടയിൽ സ്ഥിരമായി കമൻറ്റ് ചെയ്യണു. ഗൗരി എന്നാണ് പേര്. ഗൗരിക്കിപ്പോൾ ഗാർഡനിങ് നല്ല ഇഷ്ടമാണ്. കുറേ ചട്ടികളൊക്കെ വാങ്ങി ചെടികളൊക്കെ വളർത്താൻ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഇനി നിങ്ങൾക്ക് ഗാർഡനിങ് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്കത് വേറൊരു വീഡിയോയിൽ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.